എൻ്റെ ഈ വീഡിയോന്റെ താഴത്ത് കണ്ടില്ലേ, നമ്മളെ മന്ത്രി ഗണേഷ് കുമാർ സാറ് വിട്ട മെസ്സേജാണത്. അതായത് യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതോട് കൂടിയിട്ട് 2 വാക്ക് ഒന്ന് സംസാരിക്കണം എന്നാ. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് 2 വാക്ക് അപകടങ്ങളെ പറ്റിയിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. ഓക്കെ സാർ, ഞാൻ യൂട്യൂബറാണ്, അതിൻ്റെ ഉപരി ഞാനൊരു ഡ്രൈവറും കൂടെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. നമ്മൾ മോശം രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് മറ്റേ റൂൾസൊക്കെ തെറ്റിക്കുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. തീർച്ചയായിട്ടും അത് കൊടുക്കണം, നമുക്ക് വേണ്ട തന്നെയാണ്. അത് കൂടാതെ നമുക്ക് നല്ല ഡ്രൈവർമാർ നല്ല റൂൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആണുങ്ങളും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, സാധാ ഡ്രൈവേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഇവർക്ക് നല്ലൊരു പ്രോത്സാഹന സമ്മാനങ്ങളോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു വേദിയിൽ നിന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡ്രൈവേഴ്സിന് ഒരു പ്രചോദനമാവും ഇത്. അതായത് കുട്ടികളെ കാര്യം എടുക്കുന്ന മാതിരി തന്നെയാണ് സാർ ഡ്രൈവേഴ്സും. അതായത് കുട്ടികൾക്ക് നമ്മൾക്ക് പ്രോത്സാഹനം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അടുത്തത് പഠിക്കാനോ അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഡ്രൈവേഴ്സ്. അപ്പോൾ സാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാനൊന്ന് പറയാണ് സാർ. അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനിതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല അത് കൊടുക്കുന്നതായിട്ടുള്ളത്. കാരണം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യും, എനിക്ക് ഗൾഫിലെ ലൈസൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. പിന്നെ ഞാൻ ഇവിടെ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്, കുറേ വർഷങ്ങളായി ഞാൻ വണ്ടി ഓടിക്കുന്ന. ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, റിട്ടയർഡ് ആയിട്ടുള്ള എക്സ് മിനിസ്റ്റേഴ്സ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് റിട്ടയർഡ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ, പിന്നെ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം അതും കൂടെ കൊടുക്കാതെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല ഡ്രൈവേഴ്സിനെ നമുക്ക് വർത്തെടുക്കാൻ പറ്റും. ഓക്കെ സാർ.